പുടമുറി എന്ന് പറഞ്ഞാൽ 2 അണ പുട. അത് 5 അണയിലും കൊണ്ടുവരുള്ളൂ. സാധാരണ അണ പറഞ്ഞാൽ 4 പുട, 4 കഷ്ണം. അതിൽ ഒന്ന് നല്ല ദൂത്തിയെല്ലാം ഉണ്ടാവും, ഒന്ന് സാധാരണ. അത് കൊണ്ടുവന്നാൽ അച്ഛൻ്റെ വീട്ടിൽ കൊടുക്കേണ്ടതാണ്. വലിയ കൊടുത്ത് ഒന്ന് വണ്ണാത്താൻ, അവരപ്പുറം പുടമുറിക്കാരപ്പുറം വണ്ണാത്താൻ. പിന്നെ ഒരു തോർത്തിൽ കിട്ടും, ഒരു വേഷ്ടി, 2 ബ്ലൗസ്, ഒരു ശീലക്കുട, ഇത്ര സാധനം. 2 അണ 4 കഷ്ണം, 2 ബ്ലൗസ്, ഒരു ശീലക്കുട, മരക്കാലില്ലേ ആ മരക്കാലിൻ്റെ ശീലക്കുട എല്ലാം ഇച്ചിട്ട് അവിടെ പാലമ വെച്ചിട്ട് തോർത്തൊന്നെടുക്കും. പിഴിഞ്ഞിട്ട് പാലിയും വെച്ചിട്ട് അത് നോക്കും. എനിക്ക് പെണ്ണിനെ എല്ലാവരും എനിക്ക് സഹായമൊന്നുമില്ല, നമുക്കൊന്നും സാരിയില്ലല്ലോ അന്നേരം. നല്ല മുണ്ടും വേഷ്ടിയെല്ലാം ഉടുപ്പിച്ച് ചുറ്റിക്കെട്ടിയിട്ട്, അത് നമ്മളോട് കേൾക്കും അതൊന്നും അറിയില്ല. അപ്പോൾ ഒക്കുന്നിട്ട് കഴിഞ്ഞിട്ടില്ല നല്ല ഉടുപ്പിക്കലും ചെയ്ത് സുശീല. അപ്പിൻ്റെ കാരണവല്ലേ കല്യാണം കഴിക്കുന്നത്. എനിക്ക് അവിടെ പെണ്ണിട്ടില്ല കൊണ്ടിരിക്കുക, കൽമരാടെ എത്തും. എന്നിട്ടൊരു തളി എല്ലാം വെച്ചിട്ടാകുമ്പോൾ പോകാൻ വരുള്ളൂ. ഒരു തളിയിൽ പിന്നെ കുറച്ച് ചിക്കിപ്പൂവും അരിയും ഉണ്ടാവും. ചിക്കിപ്പൂ, തുമ്പ്, തുളസിപ്പൂവ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അരി ഉണ്ടാവും. എന്നിട്ട് വന്ന് വിളക്കിലേക്ക് ഒരു കൂടി അരിന്നുള്ളിട്ട് അതിൽ നീ പൂവെടുത്ത്, അല്ല പൂവും അരിയും കൂടി എടുത്തിട്ട് ഓളെ അരി നിൽക്കല്ലോ തലക്കും കൂടി ഇങ്ങനെ 3 അരി. അത് കഴിഞ്ഞിട്ട് ഇത് കൈമ കൊടുക്കും. അപ്പോൾ കയ്യും കാട്ടിയിട്ട് അത് അവിടെ ഇരിക്കണം പെണ്ണ്. എന്നിട്ട് അത് കൈമ ഇട്ട് കൊടുത്തിട്ട് പോകും. അപ്പം ഇയാളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മൂത്തിട്ടിന് എനിക്ക് ചൊറിയുന്നുണ്ട്. എല്ലാം പൂട്ടിയത് പണ്ടത്തെ പെരുക്കം ഇതല്ലേ, പണ്ടത്തെ പെരുക്ക തുണിയല്ലേ, എല്ലാം ചൊറിയുന്നുണ്ട് അതിന് എനിക്ക്. അതിങ്ങനെ കൊണ്ട് മൂത്തിട്ടു. എന്നിട്ട് അപ്പാട് ഞാനെന്തോന്നെടുത്തു എൻ്റെ കൈമ കുറ്റോലെ അങ്ങോട്ടും ചാടി. എല്ലാവരും പറഞ്ഞു ജോറാക്കി എന്നെ കിട്ടിയത്. ഞാൻ അങ്ങോട്ട് ചാടി. അപ്പോൾ കൊണ്ടുണ്ട് അത്രേ. എന്നിട്ട് പോകാൻ പോയാൽ പിന്നെ ഇയാളെ വീണങ്ങനെ 3 ആനറ്റം പറഞ്ഞ ഒരാളും പിന്നെ പെണ്ണുങ്ങനെ 2 ആൾ കൂടിയിട്ട് ഇത് മുറിക്കും. പുട മുറിച്ചിട്ട് 4 കഷ്ണമാക്കും. അപ്പോൾ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് പുട മുറിയാതെ അന്നേരം ഉണ്ടാവും. അതാണ് പുടമുറി.